നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് മാന്യതയോടെ പെരുമാറിയിട്ടുള്ളൂ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് എന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ അസൂയാണത്രേ. പേടി, എനിക്ക് പേടി. ഒരു വല്യേച്ചി വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു പോയിട്ട് പാവ അച്ഛനും അമ്മയും പറ്റിച്ച് ഓരോന്ന് പിഴിഞ്ഞെടുക്കാനല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ കാല് കുത്തിയിട്ടുണ്ടോ? കൂടപ്പറപ്പുകളോട് പോട്ടെ, പെറ്റ വയറിനോടെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നാട്ടിൽ നോട്ടീസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ശീലാവധി നടക്കുന്നു. അത് ഞാൻ അങ്ങ് സഹിച്ചു. പഠിക്കുന്ന കാലത്ത് ചേച്ചി ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വന്തം പെങ്ങള് കാരണം നാണക്കേട് കൊണ്ട് കോളേജ് പഠനം പകുതി വഴിക്ക് നിർത്തിയ ഒരു ആങ്ങള ഈ വീട്ടിലും കാണും. അതൊരു പ്രകാശേട്ടൻ. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പക്ഷെ സതീശേട്ടൻ എങ്ങനെ ഇത് കേട്ടോണ്ട് വന്ന പാവം രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ഭാവി പെരുവഴിയിലായി പോവും. ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക്. അതിനുശേഷം ഉപദേശിക്കാൻ ഇറങ്ങ്. ഇവൾ എന്റെ സ്വന്തം മോള. പ്രസവിച്ച മാത്രമേ സ്വന്തം മോളാവൂ എന്നൊന്നുമില്ല. മനസാക്ഷി ഉണ്ടായ മാത്രം മതി. ഇനി എന്റെ കുഞ്ഞിന് നേരെ ഒരു വാക്കുച്ചരിച്ച കൂടെപ്പിറപ്പും സെന്റിമെന്റ്സ് ഒക്കെ ഞാനങ്ങ് മറക്കും. മോൾക്ക് വിഷമായോ? ഇല്ല വന്ദനമേ. വന്ദനമ്മ വല്യമ്മനെ വരക്ക് അറിഞ്ഞപ്പോ ദിയമോൾക്ക് സന്തോഷായി. നീള് കൊള്ളാലോ. എന്നാലേ വന്ദനം ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം. എന്തു പറയുന്നു? നീ എങ്ങോട്ട് പോവാ? അമ്മേ, അത് മോളെ, അമ്മ പറഞ്ഞതല്ലേ, അതെല്ലാം വിട്ടേക്ക്. ഇനിയും ആ കേസിന് പുറകെ പോയാ അമ്മയ്ക്ക് ഒരു സമാധാനവും കാണില്ല. അയ്യോ അമ്മേ, ഞാൻ കേസിന്റെ കാര്യമായിട്ട് പോവല്ല. അങ്ങനെ പോവാണെങ്കിൽ തന്നെ അതിന് പണം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ജോലിയാ. ജോലിയും വരുമാനം ഉണ്ടെങ്കിലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവും. അതെ, 2-3 അപേക്ഷ കൊടുത്തിരുന്നു. ഒരിടത്ത് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്ക. ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാമേ. അത് വേണ്ട മോളെ. ഞാൻ വർഷ വിളിച്ചപ്പോ വിക്രമിന്റെ കമ്പനിയിൽ ഒരു ജോലി നിനക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷ അത് ശരിയാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അങ്ങനെ ചോദിച്ചത്? മോളെ, അത് എനിക്ക് ആരുടെ അവതാരം വേണ്ട. അമ്മ ഇനി ഇത് ആവർത്തിക്കരുത്. വന്ദനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെയാ. എന്റെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.